ഗൈസ്, ഞങ്ങളിപ്പോ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. സമയം ഒരു 6 മണി 6:30 ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, ഡോണ്ട് ടോക്ക് ക്രാക്ക് ലെയിം ജോക്സ് എന്ന് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഡോണ്ട് ക്രാക്ക് ലെയിം ജോക്സ് എന്ന് പറഞ്ഞാൽ മതി. കാരണം ക്രാക്കിൽ തന്നെ ടോക്ക് എന്നുള്ളൊരു ഐഡിയ വരുന്നുണ്ട്. തമാശയായി സംസാരിക്കുന്ന തമാശ പൊട്ടിക്കുക, അങ്ങനത്തെ ഒരു അർത്ഥത്തിലാണ്. അപ്പൊ വീണ്ടും നമ്മള് ക്രാക്കും ടോക്കും എല്ലാം കൂടി ഒരുമിച്ച് ഡോണ്ട് ക്രാക്ക് ലെയിം ജോക്സ്. ടോക്ക് അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ദിവസം ഞാൻ ചോദിക്കാം, ഷീ വിൽ ഹാവ് ഹങ്കർ, ഷീ വിൽ ബി ഹംഗ്രി. ഇത് രണ്ടും സെയിം മീനിങ് ആണോ? ഇല്ല, നമ്മൾ ഷീ വിൽ ബി ഹംഗ്രി പറയും, അവൾക്ക് എന്താ വിശക്കുന്നുണ്ടാവും ഉള്ളതിന് പറയും. ഷീ വിൽ ഹാവ് ഹങ്കർ നമ്മൾ പറയില്ലല്ലോ. മലയാളത്തിൽ അവൾക്ക് വിശപ്പുണ്ടാവും എന്ന് പറയുമ്പം, പക്ഷെ ഇംഗ്ലീഷിൽ ഷീ വിൽ ഹാവ് അത് ഉള്ള കാര്യം പോലെയല്ല. അവള് എന്താ പറയുക, ഷീ വിൽ ബി ഹംഗ്രി എന്നുള്ള രീതിയിലാണ് നമ്മള് സ്ട്രക്ചർ ചെയ്യാ സെന്റൻസ്. അവൾക്ക് വിശപ്പുണ്ടാകും, വിൽ ഹാവ് അത് ഉണ്ടാവുന്ന ഒരു കാര്യം എന്നുള്ളതിൽ ഹാവ് ഒന്ന് യൂസ് ചെയ്തിട്ട് അത് പറയില്ല നമ്മള്. യൂസേജ് തെറ്റാണ്. വിൽ ഹാവ് ഹങ്കർ പറയണ്ട, ഷീ വിൽ ബി ഹംഗ്രി എന്ന് പറഞ്ഞാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനല്ലേ. ഇഫ് ഐ വാസ്, ഇഫ് ഐ വെയർ, ഇതിന്റെ രണ്ടിന് വ്യത്യാസം എന്താ? ഇഫ് ഐ വാസ് എന്നുള്ളത് തെറ്റാണ്, അതാണ് മെയിൻ വ്യത്യാസം. ഇഫ് ഐ വെയറിനെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതായത് നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഞാൻ ആയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ, ഉദാഹരണത്തിന് ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഇഫ് ഐ വെയർ എ ബേർഡ്, അല്ലെങ്കിൽ ഞാനൊരു പൂമ്പാറ്റ ആയിരുന്നെങ്കിൽ ഇഫ് ഐ വെയർ എ ബട്ടർഫ്ലൈ. അതുപോലെ തന്നെ ഞാൻ പണക്കാരി ആയിരുന്നെങ്കിൽ ഞാൻ ഫോർട്ട് കൊച്ചിയിൽ ഒരു ബംഗ്ലോ വാങ്ങിച്ചത്. ഇഫ് ഐ വെയർ റിച്ച് ഐ വുഡ് ഹാവ് ബോട്ട് എ ബംഗ്ലോ ഇൻ ഫോർട്ട് കൊച്ചി. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഫ് ഐ വെയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഫ് ഐ വാസ് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഓൾറെഡി ഇഫ് വരുമ്പോ തന്നെ അത് ആ സംഭവം അല്ല, ലൈക്ക് നടക്കുന്നതല്ല. അതെ, സാങ്കല്പികമായിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും ഇഫ് ഐ വാസ് എന്ന് പറയില്ല, ഐ വാസ് എന്ന് നമ്മൾ പറയും. ആയിരുന്നെങ്കിൽ എന്നുള്ള അർത്ഥത്തില്. ഉദാഹരണത്തിന് ഞാൻ I was doing my homework, ആയിരുന്നു എന്നുള്ള അർത്ഥത്തില്. I was in Dubai, അല്ലെങ്കിൽ I was studying, ഞാൻ പഠിക്കുകയായിരുന്നു. അല്ലെങ്കിൽ I was having food, ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമുക്ക് was യൂസ് ചെയ്യാം. അല്ല നമ്മള് if I was കൂടെ നമ്മൾ I were വരുള്ളൂ. അതെ. ഇനി അടുത്തത് അപ്പോഴോ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? അപ്പോഴോന്ന് നമുക്ക് മലയാളത്തിൽ ഇത് ഒറ്റവാക്കാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒറ്റവാക്കായിട്ട് പറ്റില്ല. കുറെ വാട്ട് അബൌട്ട് ദെൻ, കാരണം ഇപ്പോന്ന് പറയുമ്പോൾ നൗ ആണ്. അപ്പൊ ദെൻ നമ്മൾ അപ്പോന്ന് പറയുമ്പോൾ ദെൻ ആണ്. അപ്പം അപ്പോഴോ എന്ന് പറയുമ്പോൾ വാട്ട് അബൌട്ട് ദെൻ അങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, അടുത്ത ഞാനല്ലേ. ഓക്കെ, ഐ ഹാവ് ടു ഡു മൈ ലോണ്ട്രി. ഇത് കറക്റ്റ് ആണോ? ഐ ഹാവ് ടു ഡു മൈ ലോണ്ട്രി കറക്റ്റ് ആണ്. അതായത് എനിക്ക് തുണി അലക്കാനുണ്ട് എന്നുള്ള അർത്ഥത്തില്. തുണി അലക്കുന്നതിന് നമുക്ക് ലോണ്ട്രി എന്നുള്ള യൂസേജ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഹാവ് ടു ഡു മൈ ലോണ്ട്രി, ഇത് കറക്റ്റ് ആണ്. അതല്ലാണ്ട് നമുക്ക് എങ്ങനെയാ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും? ഐ ഹാവ് ടു വാഷ് മൈ ക്ലോത്ത്സ് എന്ന് പറയാം. ഐ ഹാവ് ടു വാഷ് മൈ ക്ലോത്ത്സ് ആണ് സിമ്പിൾ ആയിട്ടുള്ള. ലോണ്ട്രി ഈസ് ആക്ച്വലി എ വെസ്റ്റേൺ ടേം. കാരണം നമ്മുടെ ഇവിടെയാണ് നമ്മൾ തുണിയൊക്കെ വീട്ടിൽ അലക്കുന്നത്. അവിടെ ഈ ലോണ്ട്രി മാറ്റൊക്കെ ഉണ്ട്. അവിടെ കൊണ്ടുപോയി അലക്കുന്ന ഒരു ഇതാണ് സമ്പ്രദായം. അതെ, അപ്പാർട്ട്മെന്റിലായാലും കോമൺ ആയിട്ടുള്ള ഒരു ലോണ്ട്രി ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ടാണ് അവരെല്ലാരും അവർ തുണി അലക്കുന്നത്. വാഷിംഗ് മെഷീനും ഡ്രയറും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ ഇല്ല. അപ്പൊ നമ്മളെന്താ വാഷ് മൈ ക്ലോത്ത്സ് അവിടെ ലോണ്ട്രി, ടു ഡു മൈ ലോണ്ട്രി പറയും. ഐ ഹാവ് ടു ഡു മൈ ലോണ്ട്രി. അപ്പം കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു ചായ കുടിച്ചാലോ? ശരി, താങ്ക് യു ഗൈസ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ, ദിസ് ഇസ് അഞ്ജു പ്രകാശ്, സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ബൈ. English Mithra. Stop worrying, start learning.